ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച പാടശേഖരം അധികൃതർ സന്ദർശിച്ചു. കാരക്കുളത്തുനാട് പാടശേഖരത്തിലാണ് മുനിസിപ്പൽ കൃഷി വകുപ്പ് അധികൃതർ സന്ദർശനം നടത്തിയത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അവർ അറിയിച്ചു. പതിറ്റാണ്ടുകൾ തരിശായി കിടന്ന കാരക്കുളത്തുനാട് പാടശേഖരത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായി കുറച്ചു വർഷങ്ങളായി കൃഷി ഇറക്കുന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വിളഞ്ഞ നെല്ല് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വെള്ളത്തിലായി. 60 ഏക്കറോളം വിളഞ്ഞ നെല്ല് ആധുനിക മെഷീൻ ഉപയോഗിച്ച് കൊയ്തു തുടങ്ങിയ അവസരത്തിലാണ് മഴ ചതിച്ചത്. 20 ഏക്കറോളം കൊയ്ത നെല്ല് മുഴുവൻ പാടശേഖരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. അടുത്ത ദിവസം ചാക്കുകളിൽ നിറച്ച് ഏജൻസികൾക്ക് കൈമാറാനിരിക്കെയാണ് കനത്ത മഴയിൽ വെള്ളം കയറി ഭൂരിഭാഗം നെല്ലും നനഞ്ഞുപോയത്. നനയാത്ത നെല്ല് പണിക്കാരെ ഉപയോഗിച്ച് പരമാവധി ഉണക്കി ചാക്കിലാക്കുകയാണ് കർഷകർ. ഇനിയും കൊയ്യാൻ ബാക്കിയുള്ള 40 ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ മുഴുവൻ നെല്ലും വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. ഇത് കൊയ്തെടുക്കാനും കഴിയാത്ത സ്ഥിതിയിലാണിപ്പോൾ. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം നഷ്ടത്തിലാകുന്ന കൃഷി ഇനിയും തുടരണോ എന്ന ചിന്തയിലാണ് കർഷകർ. ഒരു കൊല്ലം രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഈ കൊല്ലത്തിൽ തമ്മിപ്പോൾ ഏതായിരുന്നല്ലേ. അപ്പോൾ ഈ കൊല്ലം വന്നപ്പോൾ വെള്ളം മുങ്ങി ഇപ്പോൾ ആ നെല്ലൊന്നും എടുക്കില്ല. ഒരു 10-15 ചാക്ക് നെല്ല് പോവില്ല. പിന്നെ 6% പറഞ്ഞേക്കുന്നത്. അപ്പോൾ അധികം വെള്ളം മുങ്ങി കാരണം അതിലും കൂടും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. ഇതവണ വക്കോലാണെങ്കിൽ ഒട്ടുമില്ല. പല പോയി അവിടെ ഇങ്ങനെ കൊയ്യാൻ എടുക്കുന്നുണ്ട്. അത് വെള്ളം പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്. അതിനൊന്നും വേറെ വലിയ വിഷയം വന്നിട്ടില്ല. വണ്ടി ഞാൻ ഭാഗത്ത് വണ്ടി ഇറങ്ങണമെങ്കിൽ ഒരാഴ്ച കൂടി കഴിയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇനി പിന്നെ വേറെ നോക്കണ്ട. പാടശേഖരം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. പാടശേഖരത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിന് കൊയ്ത്തുതറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും കർഷകർക്ക് ഉറപ്പ് നൽകി. വളരെ നഷ്ടമാണ് ഈ പെട്ടെന്നുണ്ടായ ഈ മഴയിൽ ഇവർക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ പാടത്ത് കൃഷിയെ സ്നേഹിക്കുന്ന പാടശേഖര സമിതിയാണ് ഇവരേത് പ്രതിസന്ധിയും തരണം ചെയ്താണ് ഇവർ ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ADA ജലിറ്റ മാം, പിന്നെ FO തോമസ് സാറ്, വാർഡ് കൗൺസിലർ, ഇവിടെ കർഷക സമിതിയുടെ ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനി ഈ കൃഷിയെ സ്നേഹിക്കാനും ഈ കൃഷി ഇവിടെ തുടർന്നു കൊണ്ടുപോകാനും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നഗരസഭയും കൃഷി വകുപ്പും ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിയുടെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വിള ഇൻഷുറൻസിൻ്റെ ഘടകമാണ്, ഇവരുടെ മറ്റു ഉൽപ്പാദന ബോണസ്, ഇവരെങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതിൻ്റെ ഒരു കൂടിയാലോചനയ്ക്കും കാണുന്നതിനും വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരിനി നിരാശരാകരുത്. ഇവർക്ക് ഇനി വീണ്ടും കൃഷിയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ചെയർപേഴ്സൺ ആലിസ് ഷിബു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജലീറ്റ എൽസ ജേക്കബ്, വാർഡ് കൗൺസിലർ ഷിബു വാലപ്പൻ, കൃഷി ഫീൽഡ് ഓഫീസർ KP തോമസ്, കൃഷി അസിസ്റ്റന്റ് PK ജിഷ എന്നിവരാണ് കൃഷിസ്ഥലം സന്ദർശിച്ചത്. പാടശേഖര സമിതി പ്രസിഡന്റ് അശോകൻ മഠത്തിപ്പറമ്പിൽ, കർഷക പ്രതിനിധികളായ ധർമ്മജൻ പാറേമൻ, സജീവൻ മഠത്തിപ്പറമ്പിൽ, കാർത്തികേയൻ മഠത്തിപ്പറമ്പിൽ, ഷൈല ധർമ്മൻ, ബൈജു മഠത്തിപ്പറമ്പിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി.